നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരികുമാർ നായർ, കൊച്ചി എറണാകുളം മെഡിക്കൽ സെന്ററിലെ കരൾ രോഗ വിദഗ്ധൻ. ഇന്ന് ജൂൺ 13 ലോക ഫാറ്റി ലിവർ ദിനം. പലപ്പോഴും നാം ഈ ഫാറ്റി ലിവറിനെ അവഗണിച്ച് കളയാറാണ് പതിവ്. ഫാറ്റി ലിവർ ഒരു ഭയക്കണ്ട രോഗാവസ്ഥയാണോ? വാസ്തവത്തിൽ ഭയമല്ല വേണ്ടത്, ജാഗ്രത വേണം. എന്തിനെക്കുറിച്ചാണ് ജാഗ്രത വേണ്ടത്? ഈ ഫാറ്റി ലിവർ എന്ന രോഗം കാലക്രമേണ 10-20 വർഷമെടുത്ത് കരൾ സിറോസിസും കരൾ ക്യാൻസറുമായി മാറാം എന്നുള്ളത് ഒരു ഭാഗം. ഇതുകൂടാതെ തന്നെ നാം മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയിൽ ഫാറ്റി ലിവർ കണ്ടെത്തിയാൽ അയാൾക്ക് മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ റിസ്ക് ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കണം. എന്താണ് മെറ്റബോളിക് സിൻഡ്രോം? ഡയബറ്റിസ്, BP, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങളുടെ ഒരുമിച്ച് പറയുന്ന ഇത് മൂന്നിനെ ഒരുമിച്ച് പറയുന്നതാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് ഹൃദ്രോഗ സാധ്യതയുമുണ്ടല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത്, ഫാറ്റി ലിവർ കണ്ടെത്തിയാൽ ഇത്രയും രോഗങ്ങളുടെ ഒരു രോഗസാധ്യതയെ കൂടിയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. പ്രമേഹം, BP, കൊളസ്ട്രോൾ, ഹൃദ്രോഗം, കരൾ സിറോസിസ്, കരൾ ക്യാൻസർ. അപ്പോൾ ഫാറ്റി ലിവർ കണ്ടെത്തുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും അതിൻ്റെ പരിശോധനകൾക്ക് വിധേയരാകേണ്ടതാണ്. പ്രത്യേകിച്ച് ഫൈബ്രോസ്കാൻ എന്ന പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായും ജീവിതശൈലിയിലെ അപജയങ്ങൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൂടാതെ ചിലപ്പോൾ ഈ ഫൈബ്രോസിസ് എന്ന ഘടകം കൂടുകയാണെങ്കിൽ ചില മരുന്നുകളുടെ ഉപയോഗവും വേണ്ടി വന്നേക്കാം.